നമസ്കാരം. ഞാനിന്നിവിടെ വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. വട്ടയപ്പം എന്ന് പറഞ്ഞാൽ കള്ളപ്പം എന്നും പറയും കേട്ടോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ നൂൽപ്പിട്ട് അതുപോലെ തന്നെ അപ്പമൊക്കെ ഉണ്ടാക്കണ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ വാങ്ങിയിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടിയാട്ടോ ഇതിലെടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് ഒന്ന് നന്നായിട്ടൊന്ന് കലക്കി വരണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് കലക്കി നോക്കട്ടെ ഞാൻ കേട്ടോ. ഇത് വെള്ളം അവസാനം ഞാൻ പറയാം എത്ര വെള്ളം ആയി എന്നുള്ളത്. അപ്പം ഞാൻ കലക്കി വെച്ചിട്ടുള്ള ഈ മാവ് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിത് അരയ്ക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അതൊരു പകുതി മാവ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് ഒരു ഗ്ലാസ്, ആ ഗ്ലാസ്സിന് തന്നെ ഗ്ലാസ് ചോറ്, പിന്നെ മുക്കാൽ ഗ്ലാസ്സാണ് തേങ്ങ ചിരവിയത്. അതേ ഗ്ലാസ്സിന് തന്നെ മുക്കാൽ ഗ്ലാസ് തേങ്ങ ചിരവിയത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈസ്റ്റാണ്. ഈസ്റ്റ് എങ്ങനെയാ വെച്ചാൽ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഞാൻ ഇത് ഈസ്റ്റിൽ നാളികേര വെള്ളം ഒഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ച് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ അരവ് കഴിഞ്ഞു. രണ്ടാമത് ഞാൻ ഈ ബാക്കി മാവ് കലക്കി വെച്ചതുണ്ടല്ലോ അതിൻ്റെ പകുതിയും കൂടി ഇതിലൊഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കറി കൂട്ടിയിട്ട് കഴിക്കണതല്ല, അപ്പോൾ വെറുതെ സ്നാക്കായി കഴിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന് പഞ്ചസാര കൂടുതലിടുന്നുണ്ട്. അല്ല നിങ്ങളിത് കറി കൂട്ടി കഴിക്കണതാണെങ്കിൽ ഇത്രയും പഞ്ചസാര വേണ്ട. അപ്പോൾ ഞാൻ അതിലേക്ക് 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അരവൊക്കെ കഴിഞ്ഞു. നമ്മൾ രണ്ടാമത് അരച്ചത് ഇത് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അരവൊക്കെ കഴിഞ്ഞു. ഇതുപോലെയാണ് നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്നത്. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു ലെവലാണ് കേട്ടോ അത് വരുന്നത്. എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസ് ഉണ്ട്. ഇതിനി നമ്മൾ നന്നായി കലക്കിയിട്ട് ഒരു 4 മണിക്കൂറോളം നമ്മളിത് അടച്ചിട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും ഇത് പൊന്തി വരും. എന്നിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് അടച്ച് വെക്കട്ടെ ഞാൻ. അപ്പോൾ അതാ നമ്മുടെ മാവ് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ നന്നായി പൊന്തി വരുന്നുണ്ട് കണ്ടോ. നമുക്കിത് നന്നായി ഇളക്കി ചേർത്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാൻ. നന്നായി ഞാൻ ഒന്ന് ഇളക്കി ചേർക്കട്ടെ കേട്ടോ. ഇനി ഞാനിത് പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഞാൻ വെണ്ണ കേട്ടോ പറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 4 കയ്യിൽ 4 തവിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത്രയും മതി. ഇനി അത് പൊന്തി വരും കൂടുതൽ. അപ്പോൾ ഞാനിത് അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുത്തി നോക്കട്ടെ. അപ്പോൾ നന്നായി വെന്തുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എടുത്ത് മാറ്റുകയാണ്. അപ്പം ഞാൻ രണ്ടാമത്തേത് ഇതും അത് പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യത്തേത് ചൂടാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് ആയി വരട്ടെ. അപ്പം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം ഉണ്ടാക്കി എടുത്തു. 2 എണ്ണ കേട്ടോ എനിക്ക് കിട്ടിയത്.
നാഴി പൊടിക്ക് 2 ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ 1.25 ഗ്ലാസ്സൊന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ എനിക്ക്. അപ്പോൾ അത് ഓരോരുത്തരെടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ അത്. അപ്പോൾ നോക്കി ചെയ്താൽ മതി. പിന്നെ ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.